ലോകത്ത് എല്ലായിടത്തും സംസ്കാരങ്ങളും സാഹിത്യങ്ങളും ഒപ്പം തന്നെ കലയും ഒക്കെ കീറിമുറിക്കാറും കത്തിവെക്കാറും തടയുകയും തടയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമായിരുന്നു അതിന് ഒരല്പം കുറവുണ്ടായിരുന്നത്. പക്ഷേ സമീപകാല ഇന്ത്യയിൽ അനവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പലതരം കലാരൂപങ്ങൾ ഉയർന്നു വരുന്നു. കൊച്ചു കേരളത്തിൽ പോലും നിരോധിക്കപ്പെട്ടതും തടയപ്പെട്ടതുമായ ചലച്ചിത്രങ്ങൾ ഉണ്ട്. അവിടേക്കാണ് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നലെ ദൂരദർശനിൽ പ്രദർശനത്തിലെത്തുന്നത്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് അനവധി ശ്രമങ്ങളുണ്ടായി, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇവിടെ നാം ഉയർത്തുന്ന ചോദ്യം, ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു സിനിമ തടഞ്ഞതുകൊണ്ട് എന്തു സംഭവിക്കും എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ സൂരജ് സുകുമാരൻ നായർ, കോൺഗ്രസ് നേതാവ് ഫൈസൽ കുളപ്പാടം, യൂട്യൂബറും വലതുപക്ഷ നിരീക്ഷകനുമായ അർജുൻ മാധവൻ തുടങ്ങിയവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ സൂരജ് സുകുമാരൻ നായരിലേക്ക് പോവുകയാണ്. ശ്രീ സൂരജ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമ. താങ്കളും ഒരു സംവിധായകനാണ്. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശങ്ങളെല്ലാമാണ് സിനിമ. ഓരോ സിനിമയും ഓരോ സന്ദേശമാണ് എന്ന് പറയുമെങ്കിൽ പോലും ആ സന്ദേശത്തിൽ കൂടെ ജനം നന്നായോ എന്ന് ചോദിച്ചാൽ നന്നായില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പകരം ദൃശ്യം പോലുള്ള സിനിമകൾ കണ്ട് പലരും അത്തരത്തിലേക്ക് കൊലപാതകങ്ങളും മറ്റും നടത്തി, അതായത് രണ്ട് ഭാഗങ്ങൾ ഒരു സിനിമയ്ക്കും ഏതൊരു കാര്യത്തിനും ഉണ്ടാകും. അതുപോലെ ഈ സിനിമ, അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയെല്ലാം ഏത് സിനിമയായാലും ഇതിന് മുമ്പ് കേരളത്തിൽ രണ്ട് സിനിമകൾ ഈ സംസ്ഥാന സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട്, നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരു സിനിമ നമ്മൾ അതിനെ തടയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാതിരുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എന്നും നിന്റെ മൊയ്തീൻ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ആരും പ്രണയത്തിനെ ഒരുപാട് നന്നാക്കി എടുത്തിട്ടില്ല, താഴത്തെ പോയിട്ടുള്ളൂ അല്ലേ? എന്നും നിന്റെ മൊയ്തീൻ ഇതുപോലുള്ള പല പടങ്ങളും ഇവരെല്ലാവരും വലിയ രീതിയിൽ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രൊമോട്ട് ചെയ്തതാണ്. മൊയ്തീനും കാഞ്ചനമാലയും എന്നാണ് പ്രണയം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു മലയാളികളാണ് ഇവിടെ ഉള്ളത്. കേരള സ്റ്റോറി എന്തുകൊണ്ട് തടയുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കും ഇതിനൊരു ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇതിനു മുമ്പ് കാബോഡീസ് കേസ് എന്നും പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് IFFK പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ഫ്രണ്ടിൽ വന്നതെന്ന് കൊലവിളി വിളിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നത്. അതേ നമ്മൾ കേരള സ്റ്റോറി കാണാൻ പോകുന്ന ആൾക്കാരെ പോലും അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന, ഞാൻ അതിന്റെ ആദ്യത്തെ ഷോയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നത്, അവിടെ വളരെ സ്റ്റെയർ ചെയ്താണ് നമ്മളെയൊക്കെ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എന്നുള്ളത് റിയൽ ടൈം ഇൻസിഡൻസ് ആണ് എന്നാണ് പറഞ്ഞ് ആ സിനിമയെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ആ സിനിമയെ ആ ഒരു രീതിയിൽ ഇവരാരും കണ്ടിട്ടില്ല. നമ്മൾ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്തും വളരെ നിഷ്പക്ഷമായിട്ട് ഞാൻ പറയാം, അവർക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഈ സിനിമ കൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ബാക്കിയുള്ളവരോട് അതിനെപ്പറ്റി പറയാം. ഏതായാലും ഫൈസൽ കുളപ്പാടം, നിങ്ങൾ ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ ഈ കേരള സ്റ്റോറിക്കെതിരെ ഉയർത്തി. ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ഈ കേരളത്തിൽ തടയപ്പെട്ടിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, PP 51 വെട്ട എന്ന് പറയുന്ന സിനിമയും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയും ഒക്കെ തടയപ്പെട്ടപ്പോൾ താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും പ്രതിഷേധം ഉയർന്നു കണ്ടില്ല. ഇന്ന് ആ TP 51 വെട്ടിൽ പറയുന്ന പ്രമേയത്തിന് ഒപ്പം നിൽക്കുന്ന RMP നിങ്ങളുടെ സഖ്യകക്ഷിയാണ്, നിങ്ങളുടെ MLA ആണ്. എന്താണ് ഈ ഇന്നലത്തെ ഈ പ്രതിഷേധത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഈ സിനിമ തടയുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള നമ്മളെല്ലാം വാദോരാതെ സംസാരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് BBC പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് ഇന്ത്യയിൽ പ്രദർശന അനുമതി നിഷേധിച്ച സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ യുവ സംവിധായകൻ ഉൾപ്പെടെ ഇവിടെ ഇരിപ്പുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന പല സീരീസിനും അനുമതി നിഷേധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ അതിലേക്കൊന്നും തന്നെയല്ല കടക്കുന്നത്. ഈ സിനിമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ഈ സിനിമ റിലീസ് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറും ടീസറും മുതൽ മുഴുവനും നമ്മുടെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം, കേരളമെന്ന് കേട്ടാലോ നമുക്ക് തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്ന് മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ കേരളത്തെ വളരെ മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്, അതിന് തുടക്കം കുറിച്ചത് എന്ന് മനസ്സിലാക്കണം. ഈ ശുദ്ധഗതിക്കാരനായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിയില്ല. കാര്യം നമ്മൾ ഇതിനെ അഗാധമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ 32,000 ആളുകൾ ഈ കേരളത്തിൽ നിന്നും മതമാറ്റം വരുത്തി തീവ്രവാദി സംഘടനയിലേക്ക് പ്രവർത്തിക്കാൻ പോയി എന്നുള്ള നിലയിൽ ഒരു പ്രചരണം നടത്തി. ഇത് ഇവിടെ കേരളത്തിൽ ഒരു പ്രശ്നമല്ല, ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഒരു വിഷയമാണ്. ഞാൻ ഈ അവതാരകൻ ഉൾപ്പെടെ ദൂരദർശനിൽ വർക്ക് ചെയ്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ദൂരദർശനിൽ ഒരു പരിപാടിയുടെ ഷെഡ്യൂള്
ആ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ടായിരിക്കുമല്ലോ ഒരു പരിപാടി ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇതൊരൊറ്റ സുപ്രഭാതത്തിൽ 2023 റിലീസ് ചെയ്ത കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ചലച്ചിത്രം ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നു. അതും ഒരു ദിവസം മുന്നെയാണ് അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്? ആരെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ഒരു തടസ്സവാദം സൃഷ്ടിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ അറിയിക്കാതെ മുന്നോട്ട് പോയത്. ഞാൻ ഈ പറഞ്ഞ ഫൈസലെ ഒരു കാര്യമുണ്ട്, എല്ലാ ആഴ്ചയിലും ദൂരദർശന സിനിമയുണ്ട്, ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ. അല്ല സഹോദര, പറയരുത്. C5 ചാനലിൽ 350 മില്യൺ C5 ചാനലിൽ 350 മില്യൺ വാച്ച് അവേഴ്സ് കഴിഞ്ഞ സിനിമയാണ് കേരള സ്റ്റോറീസ്. ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് കേരള സ്റ്റോറീസ് C5 തുടങ്ങില്ല? ഒരു മിനിറ്റ് ഫൈസൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് താങ്കളിലേക്ക് വരാം. ഞാൻ പറഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ഞാൻ മറുപടി പറയാം. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസരം തരണം. ഇപ്പം ഞാൻ പറഞ്ഞത് ദൂരദർശൻ സിനിമ ആരും കാണുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ദൂരദർശൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കേരളം കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, വൈദ്യുതിയോ വിളക്കോ വെളിച്ചമോ ഒന്നുമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ ഈ ദൂരദർശൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള, ഇന്ത്യയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ഒരു ചാനലാണ് ദൂരദർശൻ എന്ന് പറയുന്നത്. പ്രസാദ് ഭാരതി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ചാനല്. ആ ചാനലിനെ ഈ വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വിദ്വേഷം വരത്തക്ക രീതിയിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു. അത് ഈ കേരളം ഒഴിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം വിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അമിത്ഷാ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം വന്നത് എന്റെ ഓർമ്മ ശരി മംഗലാപുരത്താണ് വന്നിട്ട് പറയുന്നത്, തൊട്ടടുത്ത സംസ്ഥാനം കേരളത്തിലേക്ക് നിങ്ങൾ നോക്കൂ, ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാ പറയുന്നത്. ഈ കേരളത്തിന്റെ ഉൾപ്പെടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായാണ് ഈ രീതിയിൽ പറയുന്നത്. അങ്ങനെ കേരളത്തിനെ ഒരിക്കലും നടക്കുവാൻ കഴിയാത്ത, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒരു അമ്മ. അവിടെ ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചു. ഞാൻ നേരത്തെ തന്നെ ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യമാണ് ഫൈസൽ. ഞാൻ അതൊന്നുകൂടെ ചോദിക്കണം, ഒരിക്കൽ കൂടി ചോദിക്കണം. ഇവിടെ വേറെ 2 സിനിമകൾ കൂടി ഇതേപോലെ തടയപ്പെട്ടിട്ടില്ല. ഈ TP 51 വിട്ട് സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു, അത് തന്നെ എന്താണ് സംഭവിച്ചത്? അതാ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള, അത് മോദിയുമായി ബന്ധമുള്ളതല്ലല്ലോ TP 51 വെട്ടെന്ന് പറയുന്നത്. ഞാൻ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തുന്ന ഈ രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ തടയുന്നു. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF വർഷാവർഷം പുറത്തിറക്കുന്ന ആഗോള മാധ്യമ സ്വാതന്ത്ര്യം, ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 2022 150-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 2023 161-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. കാര്യം, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ചാനലുകൾ അല്ലെങ്കിൽ സിനിമകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിദ്വേഷം കലരുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള നിലയിൽ അതെല്ലാം അവർക്കെതിരെ സംസാരിക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യ എന്ന് പറയുന്ന പൈതൃകം, നാം ഇന്ന് വരെ കണ്ടുവന്നിരുന്ന, നാം ഇന്നെല്ലാം ജീവിച്ചു വന്ന ആ പൈതൃകത്തിൽ നിന്നും ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കേരളത്തിൽ നമ്മൾ അത് കൃത്യമായി തന്നെ ഈ TP 51 വെട്ട് എന്ന് പറയുന്ന സിനിമ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ആ സിനിമകളെല്ലാം തടഞ്ഞപ്പോഴും കൃത്യമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തി. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പല സിനിമകൾ ഇറങ്ങുമ്പോഴും ഈ നമുക്കറിയാം, ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ബംഗാളിലാണെന്ന് തോന്നുന്നു, ഒരു സിംഹത്തിന്റെ പേര് സീതയെന്നും ഒരു സിംഹത്തിന്റെ പേര് അക്ബർ എന്നും ഇട്ടതിന്റെ പേരിൽ പോലും കോടതിയിൽ പോയ ഒരു നാടായി മാറിയിരിക്കുന്നു. അതായത് മൃഗങ്ങൾക്ക് പോലും ഈ ജാതി വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ഉള്ളിലേക്ക് നാം ഇറങ്ങി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. കാര്യം, ഈ കേരളത്തിൽ ഉള്ളവർ ഈ രീതിയിൽ ഉള്ള ആളുകളാണ് എന്ന്
ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ അപ്പോൾ ഞാനൊരു ചെറിയ സംശയം കൂടെ താങ്കളോട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകും. സംശയം, കാരണം നമ്മുടെ സിനിമകളിലൊക്കെ പ്രധാനമായും വില്ലന്മാരായിട്ട് വരുന്ന മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലുമുള്ളവരാണ്. പ്രധാനപ്പെട്ടതായിട്ട് അത് വരുന്നത് ബ്രാഹ്മണരും ഉയർന്ന ജാതിക്കാരും ഒക്കെയാണ്. അപ്പോൾ അവരുമൊക്കെ നാളെ കേസിന് പോകേണ്ടി വരുമല്ലോ. നായരും നമ്പൂതിരിയും ഒക്കെ ഇപ്പൊ ക്രിസ്ത്യാനികളാണ് കൂടുതൽ വില്ലന്മാരായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുമൊക്കെ നാളെ പോകേണ്ട ഒരു സ്ഥിതിക്ക് ശേഷം വരുമല്ലോ. ഇത് സിനിമയായിട്ട് കാണാനുള്ള ഒരു മനോനില നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? സിനിമയായിട്ട് കാണുന്ന നിലയ്ക്കാണോ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് പോയേക്കുന്നത്? ഈ പറയുന്ന മധ്യപ്രദേശ്, അതുപോലെ തന്നെ UP ഉൾപ്പെടെ ഇതിന്റെ നികുതി ഉൾപ്പെടെ ഒഴിവാക്കി കൊടുത്തത് എന്തിനാ? സിനിമയായിട്ട് കാണുന്ന എല്ലാ സിനിമയ്ക്കും ഈ രീതിയിൽ നികുതി ഒഴിവാക്കി കൊടുത്താൽ പോരാ? അപ്പൊ ഇതൊരു രാഷ്ട്രീയ അജണ്ട വെച്ചുള്ളതാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടത്തില്ലയോ? UP മധ്യപ്രദേശിൽ ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഇത് മുതലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള സംഘപരിവാറുകാർ ഈ സിനിമയെ പറ്റി വാദവരാതെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളം വളരെ മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കണം. ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇവിടെ വന്നു. രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ആ പതാക പാകിസ്ഥാന്റെ പതാകയാന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ X ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണം ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏത് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പും ഒരു വർഗീയമായ ഒരു ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം 2014 താങ്കളുടെ ഉത്തരം വളരെ ക്ലിയർ ആണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം ഈ സിനിമ. ഞാൻ ഏതായാലും അർജുൻ മാധവനിലേക്ക് പോകുന്നു. അർജുൻ മാധവ്, ഇപ്പോൾ നമുക്കിപ്പോൾ സിനിമ എന്ന് മാത്രമല്ല ഏത് കലാരൂപങ്ങളും, താങ്കൾ ഒരു യൂട്യൂബർ കൂടിയാണ്, താങ്കൾ സോഷ്യൽ മീഡിയയിൽ സദാസമയം ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരു കമന്റിന് പോലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ ഒരു സിനിമ നമ്മൾ തടഞ്ഞത് കൊണ്ടോ നിരോധിച്ചത് കൊണ്ടോ അതിനെന്തെങ്കിലും തരത്തില് അതിനെ തടയിടാൻ കഴിയും? കാരണം സോഷ്യൽ മീഡിയ എന്ന് വളരെ വ്യാപകമാണ്. യൂട്യൂബ് ആയാലും അനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞു ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടാവാൻ പോകുന്നത്. ദൂരദർശൻ എന്ന് പറയുന്ന ചാനലിന് രാജ്യത്ത് ഭയങ്കര റേറ്റിംഗ് ഉണ്ട്, ഇത് രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത്, നിങ്ങളല്ലേ ഈ ദേശീയമായി വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി. നിങ്ങൾ ഉത്തരേന്ത്യയിൽ BJPയുടെ ഈ അജണ്ടയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കണം. നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം വേണ്ടിയോ? പ്രിയങ്ക ഗാന്ധി ഈ സിനിമ വിഭാഗീയമായ ഒരു സിനിമയാണ് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയോ? നിങ്ങളുടെ ദേശീയ വക്താക്കളുണ്ടല്ലോ, അവരാരെങ്കിലും ഒരാൾ ദൂരദർശനിലൂടെ ഈ സിനിമ കാണിക്കുന്നത് വിഭാഗീയമായ രാഷ്ട്രീയം, സംഘപരിവാർ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്യാമ്പയിൻ നടത്തി ഉത്തരേന്ത്യയിൽ നടത്തുന്നുണ്ടോ? നിങ്ങളിപ്പോ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. അപ്പൊ ഇതൊരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ, സംഘപരിവാർ മുതലെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിങ്ങൾ CPM-ന് ക്യാമ്പയിൻ നടത്താൻ പറ്റില്ലല്ലോ? നിങ്ങൾക്കല്ലേ ആൾബലമുള്ളത്, നിങ്ങൾക്കല്ലേ ആൾക്കാരുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കാമോ ബിജു ചേട്ടാ? അപ്പൊ നിങ്ങൾക്ക് ആൾബലമുണ്ട്, നിങ്ങൾക്ക് പാർട്ടി സംവിധാനമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കേരള സ്റ്റോറിയെ പറ്റി ദേശീയ തലത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ ലീഗിന്റെ കൊടിയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു. സംഘപരിവാർ ലീഗിന്റെ കൊടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോശപ്പെട്ട പ്രചാരണം നടത്തിയെന്ന് അങ്ങൂടെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോ 1000 ലീഗിന്റെ കൊടി നിങ്ങൾ പ്രദർശിപ്പിക്കുന്നേ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ലീഗിന്റെ കൊടി നിങ്ങൾ പോക്കറ്റിൽ വെക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി സംസാരിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ആരെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? അതിനും അപ്പുറത്തേക്ക് ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമ നിരോധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിനിമ നിരോധിക്കുന്നത് ആരാ? കോൺഗ്രസ് ആണ്. 1982 ഉനുമി എന്ന് പറയുന്ന സിനിമ ആരാ നിരോധിച്ചത്? എന്തിനാ നിരോധിച്ചത്? 1959 ആകാശ് നീച്ചെ എന്ന് പറയുന്ന സിനിമ നെഹ്റു എന്തിനാ നിരോധിച്ചത്? തന്റെ രാഷ്ട്രീയ ഐഡിയോളജിയുമായി അത് ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. 1975 കിസ്സ കുർസി ക എന്ന് പറയുന്ന സിനിമ ഇന്ദിരാഗാന്ധി എന്തിനാ നിരോധിച്ചത്? തങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന 1975 സിനിമ നിരോധിച്ചു. അതിനും അപ്പുറത്തേക്ക് ജനാധിപത്യത്തിന്റെ സകല ഏടുകളിലേക്കും കടന്നു കയറിയ കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ വന്നിട്ട് സിനിമയിലൂടെ ഇതാ രാഷ്ട്രീയം കടത്തുന്നു, രാഷ്ട്രീയം പറയുന്നത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോ എനിക്ക് എനിക്ക് സഹായം മാത്രമേ തോന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒറ്റ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് നേരിട്ടുള്ള ചോദ്യമാണ്, ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു സിനിമയാണെങ്കിൽ എന്ത്
നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഈ സിനിമയ്ക്കെതിരെ പ്രചാരണം നടത്തുന്നില്ല? അതിന് ഉത്തരം പറഞ്ഞതാ ഞാൻ ഇവിടെ അതിന് ഉത്തരം പറഞ്ഞത് നേരിട്ടുള്ള ഫൈസൽ കുളപ്പാടം ഇതിന് അഭ്യർത്ഥിക്കുന്നു. ഉത്തരവുണ്ടോ? എന്തുകൊണ്ട് ആ, ആ, സംവിധാനങ്ങളും ഈ സിനിമയ്ക്കെതിരെ ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തുന്നില്ല? കേരളത്തിൽ അർജുൻ മാധവ് അർജുൻ മാധവ് ഒരു ചെറിയ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ താങ്കൾ ഇപ്പോൾ ഈ BJP-യുടെ ഒരു കാര്യം ഫൈസലും പറഞ്ഞു, താങ്കൾ പറഞ്ഞു കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട സിനിമയുടെ ചരിത്രം. കേൾക്കാം. താങ്കൾ ഈ കോൺഗ്രസിന്റെ കാലത്ത് നിരോധിക്കപ്പെട്ട സിനിമകളെ കുറിച്ചും പറഞ്ഞു. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. 1 വർഷത്തിന് മുമ്പ്, അല്ല 2 വർഷത്തിന് മുമ്പ് മണികർണിക എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കെതിരെ വാളെടുത്തത് ഹൈന്ദവ സംഘടനകളായിരുന്നു. കങ്കണ റാവുത്ത് നായികയായിട്ട് വന്ന ഒരു സിനിമയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഏതായാലും ആ സിനിമയ്ക്കെതിരെ വലിയ കലാപങ്ങൾ തന്നെ ഉത്തരേന്ത്യയിൽ അരങ്ങേറി. അപ്പം ഈ സിനിമയും കലാരൂപങ്ങളും ഒക്കെ ഈ ഇല്ലെങ്കിൽ അത് തടയപ്പെടുന്നത് ലോകത്ത് വിവിധ ഭാഗങ്ങൾ വിവിധ രീതിയിൽ തന്നെയാണ്. അർജുനിലേക്ക് പോകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നി. ഏതായാലും ഞാൻ ഫൈസൽ കുളപ്പാടത്തിലേക്ക് തന്നെ വരുന്നു. ഫൈസൽ, ഇവിടെ അർജുൻ മാധവ് ഉന്നയിച്ച ഒരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ സംവിധാനമുള്ള പാർട്ടിയാണ്. CPM-നെ നമുക്ക് വെറുതെ വിടാം. കാരണം അവർക്ക് ഈ കേരളത്തിൽ മാത്രമേ സംഘടനാ സംവിധാനമുള്ളൂ. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നല്ല സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നേതാക്കന്മാരുള്ളത്. നിങ്ങൾ എന്താണ് കേരളത്തിൽ ഒഴിച്ച് ബാക്കി എങ്ങും ഒരു പ്രതിഷേധം നടത്തുന്നത്? ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഉത്തരം. കേരളത്തിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ആളുകളെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ മറ്റ് സംസ്ഥാനത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞത് എന്തുവാണ്? 32,000 പേർ കേരളത്തിൽ നിന്നും മതം മാറിപ്പോയി തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കാൻ പോയി എന്നുള്ള കാര്യമാണ് ഇതിന്റെ ഈ ട്രീസറിൽ ഉൾപ്പെടെ വെളിവാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ മുഖ്യധാര സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആദ്യമായി തന്നെ പറഞ്ഞു, ഇത് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം പറഞ്ഞ് ഈ ഇത്രയും പേര് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അങ്ങനെ പോയിട്ടുള്ളവരെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, അവരുടെ ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ വാദോരാതെ സംസാരിച്ച ആരെങ്കിലും ആ ലിസ്റ്റ് കൊണ്ടുവരാൻ തയ്യാറായോ? അത് മാത്രം കോടതിയിൽ പോവുകയും ഈ 32,000 പേര് പോയി എന്നുള്ളത് 3 പേരിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല ഫൈസൽ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ്, ഞാൻ മനസ്സിലാക്കുന്ന ഈ പരസ്യത്തെ കുറിച്ച് ഒരു താങ്കളെ ഇടപെടുന്നല്ലേ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പരസ്യത്തിൽ അവർ ഉപയോഗിച്ചതിനെ കുറിച്ച് അവർ വിശദീകരണം പിന്നീട് നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ പറഞ്ഞത് ലോകത്തെമ്പാടും അത്രയും പേര് പോയി എന്നതാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്നാണ് അവർ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയില്ല അതിനെ കൃത്യമായിട്ട്. ലോകത്തെമ്പാടും പോയവരുടെ എണ്ണമാണ് താങ്കൾ പറഞ്ഞത്, കേരളമല്ല. ഇദ്ദേഹം ദൂരദർശനിൽ വർക്ക് ചെയ്തല്ലേ? അതെ. ഇപ്പൊ ഒരു സിനിമ നമ്മൾ ആ ദൂരദർശൻ ചാനലിൽ കാണിക്കുന്ന എത്ര ദിവസം മുമ്പ് തീരുമാനം എടുക്കും? അതായത് നമ്മൾ സിനിമ ദൂരദർശനിൽ കാണിക്കും. ദൂരദർശൻ മാത്രമല്ല, എല്ലാ ചാനലും അത് നമ്മൾ റെന്റിന് എടുത്തിട്ടാണ് സിനിമ കാണിക്കുന്നത്. ദൂരദർശൻ 1 വർഷത്തേക്ക് റെന്റിനാണ് എടുക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന സിനിമകളാണ് നമ്മൾ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യുന്നത്, ഏറ്റവും കുറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ അതിന്റെ മാറിയ ട്രെൻഡ്, ഇപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും അതിന്റെ മാറിയ ട്രെൻഡ് അനുസരിച്ച് അവരിപ്പോൾ പൈസ, അതായത് ഏത് മാധ്യമ സ്ഥാപനമായാലും അതിന് ഇൻകം വേണം. ആ പൈസ ഉണ്ടാക്കുന്നതിനായിട്ട് തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത നരേന്ദ്രമോദിയുടെ മൻകൈ ബാത്ത് തന്നെയായിരുന്നു. അവർക്ക് ഒരു വലിയ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക്. അതുപോലെ തന്നെ ദൂരദർശൻ ഇപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കൂടി അവർ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ ദൂരദർശനിൽ ഒരു ചിത്രം വരുന്ന ഒരു 4 ദിവസം മുമ്പ് ഈ കാണുന്ന തീർച്ചയായും ഷെഡ്യൂൾ ചെയ്യും, തീർച്ചയായിട്ടും അറിയിക്കും. ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടാകും, നമ്മൾ കാണാത്തതാണ്. ഒരിക്കലും അല്ല. ഏതെങ്കിലും അറിയിച്ചതായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞില്ല. എന്തുകൊണ്ട് പൊതുസമൂഹവും മാധ്യമങ്ങളും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിനിമ ഇന്നലെ രാത്രി 8 മണിക്കാണ് പ്രദർശിപ്പിച്ചത്. അതിന് തൊട്ട് മുമ്പ് തലേ ദിവസമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഗൂഢമായി ഒതുക്കി വെച്ചുകൊണ്ട്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വർഗീയത വെച്ചുകൊണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പോകുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഏത് വിധേയനെയും വർഗീയമായി ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്നും വോട്ട് നേടുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളും നമുക്ക് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വളരെ വേഗം തന്നെ അവസാനിപ്പിക്കാം. ഈ 2014 തൊട്ടു മുമ്പ് 2013 മുസാഫിർ കലാപം നടന്നു. അതായത് ജാട്ട് സമുദായത്തിലുള്ളവരെ കളിയാക്കി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കലാപം സൃഷ്ടിക്കുകയും ആ കലാപത്തിൽ നിരവധിയായ ആളുകൾ മരണപ്പെടുകയും ചെയ്തു. അന്ന്
അവിടെ BJP-യുടെ ചുമതല ഉണ്ടായിരുന്ന ആള് അമിത്ഷായ്ക്കായിരുന്നു ചുമതല. അമിത്ഷായുടെ സംസ്ഥാനം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്താണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനം. പക്ഷേ അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ ഒരു ചുമതല കൊടുക്കുന്നു. 10 സീറ്റിൽ നിന്നും BJP നേരെ കുത്തനെ പോയി 71 സീറ്റിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ചേരി തിരിച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള മേമ്പൊടിക്ക് വർഗീയത, ജാതീയത പറഞ്ഞാൽ മാത്രമേ BJP-ക്ക് വോട്ട് കിട്ടൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം വാജ്പേയിയുടെ നേതൃത്വത്തിൽ 6 വർഷം. ഫൈസൽ, അങ്ങനെയെങ്കിൽ അർജുൻ മാധവ് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം നൽകേണ്ടതല്ലേ? നിങ്ങൾക്ക് തടയാമായിരുന്നില്ലേ അത്? അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്നത്. ഞാൻ അതിലോട്ടാണ് വരുന്നത്. വാജ്പേയിയുടെ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഈ അതിലോട്ടാണ് വരുന്നത്. അതിനു മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. വാജ്പേയിയുടെ സമയത്ത് 6 വർഷക്കാലം ഇവിടെ BJP അധികാരത്തിലിരുന്നു. അന്ന് ഈ അടുത്ത പ്രധാനമന്ത്രി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് LK അദ്വാനിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ സമയത്ത് ഈ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് അമ്പലം പണിയുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ ഒരു തെറ്റാണ്, അദ്ദേഹത്തിന് പറ്റിയ ഒരു മണ്ടത്തരമായി പോയി, തെറ്റായി എന്ന് പറഞ്ഞത് LK അദ്വാനിയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് വീണ്ടും BJP ഒരു വലിയൊരു വർഗീയ രീതിയിലോട്ട് പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം വരികയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തീവ്രമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നു. ഞാൻ ഈ പറഞ്ഞ 2013 ഗുജറാത്തിൽ നടന്നിട്ടുള്ള സംഭവം, അതേപോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുൽവാമ, ബാലാക്കോട്ട് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, അതിനുശേഷം ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പ്രാൺപ്രതിഷ്ഠ നടത്തി അവിടെ അമ്പലം പണിഞ്ഞുകൊണ്ട് വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണം നടത്താമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയി. പക്ഷേ ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടത്തുന്നത്? 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് അല്ല ഫൈസൽ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം കേരള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞ ആ സ്റ്റോറിയിലോട്ടാ പറഞ്ഞത്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, അതുപോലെ തന്നെ പ്രതിപക്ഷ ആളുകളെ അകത്താക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും ഒരു വർഗീയമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ വേണ്ടി ഒളിച്ചു വെച്ച് ഒരു സിനിമ ഈ ദൂരദർശനകത്ത്, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ദൂരദർശനകത്ത് പെട്ടെന്ന് പ്രദർശിപ്പിക്കുന്നു. ആ പ്രദർശിപ്പിക്കുന്ന കാര്യം അറിഞ്ഞതോടുകൂടി തന്നെ കോടതിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ പോവുകയും കേരളത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ശക്തിയുള്ള, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകത്തിൽ യാതൊരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം ഉണ്ടാക്കിക്കൊണ്ട് അല്ല, ഇതിന് മുമ്പ് ഇറങ്ങുന്ന ചാനലിൽ ഈ ദൂരദർശനിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഒക്കെ പല ദിവസം നിങ്ങൾ അറിയുന്നുണ്ടോ സിനിമകൾ? അജണ്ട എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ദൂരദർശനിൽ നേരത്തെ ഇറങ്ങുന്ന സിനിമകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അറിയുന്ന ആളാണ്. സംഘപരിവാറിന്റെയും BJP-യുടെയും അജണ്ട എന്താണ്? നിങ്ങൾക്കിതൊരു വിഷയമാക്കണം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കണം, നിങ്ങൾക്കൊരു വർഗീയമായ അതിന് നിങ്ങൾ ശരിക്കും ശ്രീ ഫൈസൽ ഇവിടെ സംഭവിച്ച ഫൈസൽ ഒരു നിമിഷം, ഇവിടെ സംഭവിച്ച കാര്യം നമ്മളെ മുൻപ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഈ നരേന്ദ്രമോദി 350 സീറ്റ് എന്നാണ് ആദ്യം പറഞ്ഞത്, 370 പിന്നീട് പറഞ്ഞു, ഇപ്പൊ 400 എന്ന് പറയുന്നതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമ താങ്കൾ പറഞ്ഞ ദൂരദർശനിൽ വരുന്ന സിനിമകളൊന്നും നമ്മൾ അറിയാറില്ല, തലേ ദിവസമാണ് അറിഞ്ഞതെന്ന് പറയും. ഇതിന് മുമ്പ് വന്ന സിനിമകളും ആരും അറിയാറില്ല. ഒരു സിനിമ ആരോരും അറിയാതെ പോകുമായിരുന്ന ഒരു സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി തന്നെ നൽകുകയും അത് നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാരത്തിന് വലിയ രീതിയിൽ എണ്ണ പകർന്നു നൽകുകയുമാണ് നിങ്ങൾ ചെയ്യുന്നത്. രണ്ട് വർത്തമാനം പറയരുത്. കാര്യം എന്താ? സംഘപരിവാറിന് ഒരേ സമയം വലിയ പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് നൽകുന്നു എന്ന് പറയുകയും ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല, ഉത്തരേന്ത്യയിൽ ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് സത്യത്തിൽ എന്തോ വലിയൊരു പബ്ലിസിറ്റി കിട്ടി ഒരു വിഷയമാക്കി മാറ്റി വർഗീയമായി ചേരിതിരിവുണ്ടാക്കി വികസന കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഹിന്ദുവെന്നും മുസ്ലിം എന്നും ഹിന്ദുക്കളെ എല്ലാം വേർതിരിച്ചുകൊണ്ട് മുന്നോട്ട്. ഒരു മിനിറ്റ് സൂരജ് പറയൂ. സമയക്കുറവുണ്ട്. അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ഇവിടെയും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ചോദിച്ചത്. അത് ശരിയായ കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇത് നടക്കാത്ത കാര്യമല്ല. അവിടെ ആധികാരികമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് തിരക്കഥ എഴുതിയിരിക്കുന്ന സുദീപ്തോ സെൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ തിരക്കഥ എഴുതിയിരിക്കുന്ന ഒരു മലയാളിയാണ്. യദു വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതെയാണ് ആ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ മലയാളികളോട് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണമായിരുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാവോ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് യദു വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സിനിമാ പ്രവർത്തകനാണ് അതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനെ
അത്രയ്ക്ക് മലയാളികളെ ഉദ്ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ ഉദ്ബോധിക്കുന്ന ആ കലാകാരന് കിട്ടിയ ചതിവിനെ നമ്മൾ പ്രതികരിക്കണം. അല്ല, ഇപ്പൊ നടന്ന ഒരു കാര്യമാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം, വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ്, ആരൊക്കെ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു. ആ സിനിമ നിങ്ങൾ കണ്ടോ? അതിൽ ആ അഡ്രസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് അഡ്രസ് നിങ്ങൾ ഉണ്ടോ ഞാനൊരു കൊടുത്തിട്ടുണ്ട്. കാര്യം നിങ്ങൾ ചോദിച്ചോ? സിനിമ കാണും. ആ സിനിമയ്ക്ക് ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നത്. ആ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട്, ഞാൻ അങ്ങനെ വർഗീയതയല്ല പറഞ്ഞത്, എന്നാലും ഹിന്ദു എന്നുള്ള രീതിയിൽ, രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അതിനകത്തൊരു വാക്കുണ്ട്, വാചകമുണ്ട്. ഒരു മകള് വന്ന് അച്ഛനോട് പറഞ്ഞു, നമ്മുടെ സംസ്കാരവും പുരാണവും കാര്യങ്ങളൊന്നും അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നില്ല, അച്ഛനാണ് അതിന്റെ തെറ്റുകാരൻ. തീർച്ചയായിട്ടും അത് സത്യമായ ഒരു കാര്യമാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കി, ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി തന്ന ഒരു സിനിമ എന്നുള്ള ഞാൻ ഒരു രീതിക്ക് ചോദ്യം മാത്രമേ ഞങ്ങൾ ഇത് ചോദിച്ചോട്ടെ? കണ്ടിട്ടുള്ളൂ. ഈ അല്ലാതെ ഒരിക്കലും വർഗീയത ഞങ്ങൾ അതിനകത്ത് വർഗീയത ആരും സിനിമ കണ്ട ആരും വർഗീയത അതിനകത്ത് വളച്ചൊടിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. ആ സിനിമയ്ക്കുപരിയായി ഞാൻ അതിലെ പ്രമേയം വെച്ച് ചോദിക്കുകയാണ്. സിനിമയ്ക്കുപരിയായി കേരളത്തിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ മതം മാറി പോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നടന്നിട്ടില്ലേ? നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ലേ? ഏറ്റവും പ്രധാന എനിക്ക് അഭിപ്രായമുണ്ട്. ഇനിയിപ്പോ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് അജണ്ട എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ സിനിമയുടെ കാര്യമല്ല പുള്ളി പറഞ്ഞത്. സഹോദര, അജണ്ട ഒന്നുമില്ല ഇതിനകത്ത്. നിങ്ങൾ ഒരിക്കലും ഈ സിനിമയെ തടയുന്ന കാര്യം തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെ പിടിച്ചിടേണ്ട കാര്യമില്ല. നിങ്ങളാണ് ബോധർ ചെയ്യുന്നത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ബോധർ ചെയ്യുന്നത്. നിന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി നിന്നിട്ട് രാഷ്ട്രീയമായി മുതലെടുപ്പിനാണ് ഇവർ വന്നിരിക്കുന്നത്. ഇപ്പം മനസ്സിലായല്ല. ഇപ്പൊ കലാകാര്യമല്ല പറഞ്ഞത്, ഇപ്പം കേരളത്തിലോട്ട് വന്ന അതിന്റെ പേരിൽ ഞാൻ ഇനിയിപ്പം കുറച്ച് കാര്യം അങ്ങോട്ട് പറയാം. ഇവിടെ ഹാദിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരിഗണനയ്ക്കിരുന്ന വിഷയം. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ പരിഗണനയ്ക്ക് വരികയും കൃത്യമായി തന്നെ കോടതിയിൽ തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവ് തന്നെ കോടതി പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതിനേക്കാൾ ഉപരിയായി 2014 ഒരു വിഷയം ഞാൻ പറയാം. 2014 ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ മതപരിവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ടവരുടെ കണക്കെടുത്തു. അങ്ങനെ കണക്കെടുത്തപ്പോൾ 2260 പേര് മുസ്ലിം മതത്തിലേക്ക് കടന്നു വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. നേരെ മറിച്ച് ഹിന്ദു സമുദായത്തിലേക്ക് കടന്നു വന്നത് 2678 പേരാണ് കടന്നു വന്നത്. അപ്പോൾ ഇതൊന്നും അല്ലല്ലോ ഇവിടെ പിന്നെ ഇതാണോ ഇവിടെ ഞാൻ ചോദിച്ചത് ഏതായാലും ഫൈസൽ കുളപ്പാടം, താങ്കൾക്ക് ധാരാളം സമയം ഞാൻ തന്നു കഴിഞ്ഞു. നമുക്ക് നമുക്ക് അർജുൻ മാധവിലേക്ക് തന്നെ വരാം. അർജുൻ മാധവ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം അർജുൻ മാധവ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭരണകർത്താക്കളും, അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ ഭരണകർത്താക്കൾ കലാരൂപങ്ങളെ ഭയപ്പെടുന്ന ഒരു രീതി നാം കണ്ടുവന്നിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, നെഹ്റുവിന്റെ കാലം മുതലുള്ള സിനിമകൾ നിരോധിക്കപ്പെട്ടതിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു വലിയ വിവാദ ചിത്രം ഉണ്ടായിരുന്നു, നിർമാല്യം എന്ന് പറഞ്ഞിട്ട്. ആ വിവാദ ചിത്രത്തിൽ ഒരു വലിയ വിവാദപരമായ രംഗം തന്നെയാണ്. ഒരുപക്ഷെ സൂരജ് സുകുമാരൻ നായർക്ക് കുറച്ചുകൂടി അത് വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നാണ് ആ രംഗം ഉണ്ടായിരുന്നെങ്കിൽ കേരളം പോയിട്ട് ഇന്ത്യ തന്നെ നിന്ന് കത്തുന്ന തരത്തിലേക്കാണ്. പക്ഷെ ആ സിനിമയ്ക്ക് പോലും ദേശീയ അവാർഡ് അടക്കം അനേകം അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കലാരൂപത്തെ കലാരൂപമായി തന്നെ കാണാൻ പഠിക്കുക. പക്ഷെ അതിനെ രാഷ്ട്രീയ നേട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, അതിനും അപ്പുറത്തേക്ക് ഞാനിവിടെ വളരെ വിനയപൂർവ്വം കോൺഗ്രസ് പ്രതിനിധിയോട് ഒരു കാര്യം പറയാം. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കൺസിഡർ ചെയ്ത് തരാം. അതായത് സംഘപരിവാർ ഇതാ രാഷ്ട്രീയമാണ് സംഘപരിവാർ കളിക്കുന്നത്. ഇനി വർഗീയത ആയിക്കോട്ടെ അവർ പറയുന്നത്. അതിനെ എതിർക്കേണ്ടത് ആരാ? ഞാനാണോ? അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ബിജുചേട്ടനാണോ അതിനെ എതിർക്കേണ്ടത്? അതിനെ എതിർക്കേണ്ട ഫൈസൽ ഒരു മിനിറ്റ് അർജുൻ പറയട്ടെ. പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഫൈസൽ പൂർത്തിയാക്കാൻ അനുവദിക്കും. അല്ല, ഫൈസൽ പൂർത്തിയാക്കാൻ അനുവദിക്കും. പറയൂ അർജുൻ മാധവ് പറയൂ. നമുക്ക് സമയക്കുറവുണ്ട്, പെട്ടെന്ന് പറയൂ. താങ്കൾക്ക് തരാം. താങ്കൾ പറയൂ, പെട്ടെന്ന് പറയൂ. എല്ലാം പോട്ടെ. ഇവിടെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. നിങ്ങളുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ സംഘപരിവാർ അജണ്ട ഒക്കെ ഉണ്ടാക്കി ഒളിച്ചു കടത്താൻ വേണ്ടി ഇറക്കിയ സിനിമയാണ്. ഞാൻ കേരളത്തിലെ MP ആണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രവണതയില്ല, ഇത് തെറ്റായ പ്രചാരണമാണെന്ന് പറഞ്ഞ ഒരു സൗണ്ട് ബൈറ്റോ ഒരു പൊതുയോഗത്തിലെ പ്രസംഗമെങ്കിലും കാണിച്ചു തന്നിട്ട് വർത്താനം പറയണം. അല്ലാതെ അർജുൻ മാധവ് ഉത്തരം ക്ലിയർ ആണ്. ഞാൻ സൂരജ് സുകുമാരൻ നായരിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. സൂരജ് സുകുമാരൻ നായർ, നിങ്ങളൊക്കെ കലാകാരന്മാർ തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇത്തരത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് അധിക നാൾ ഈ സിനിമയൊക്കെ നിർമ്മിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. താങ്കളൊരു സംവിധായകനല്ലേ? കാരണം താങ്കളുടെ മനസ്സിലും അനവധി സാങ്കല്പികവും സാങ്കല്പികമല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ സാങ്കല്പികമായ നമ്മൾ നടന്ന കാര്യങ്ങൾ തന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസ്സുകാരും എല്ലാം കൂടെ
കോൺഗ്രസ് എന്നല്ല, എല്ലാവരും ഇതിനകത്ത് നല്ലത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും വലിയ പാടുണ്ട്. എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പൊക്കിപ്പിടിക്കാനും അതിനെ പരമാവധി മാർക്കറ്റിംഗ് കൊടുക്കാനും എല്ലാം ഇവര് മിടുക്കരാണ്. ഇപ്പൊ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ നല്ല നല്ല മെസ്സേജുകളാണ് 2-3 കാര്യങ്ങൾ കേരള സ്റ്റോറിക്കകത്തുള്ളത്. അത് ഒരു അച്ഛനായോ അല്ലെങ്കിൽ അമ്മയായോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇതിനകത്ത് വർഗീയതയും വിഭാഗീയതയൊന്നുമില്ല. നമ്മുടെ മക്കൾക്ക് നല്ല സനാതന ധർമ്മങ്ങളും അതും ഇതും പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് അതായത് മതത്തെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. രീതിക്കാണ്. അതെ, ഉറപ്പായിട്ടും അതെല്ലാം ഖുർആൻ പഠിക്കണം, മഹാഭാരതം പഠിക്കണം, രാമായണം പഠിക്കണം, ബൈബിൾ പഠിക്കണം, എല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം ഇതൊന്നും പഠിക്കാതെ നമുക്കുണ്ടായിരുന്ന ഒരു കൾച്ചർ, എലഗൻസ്, ലെഗസി ഇതെല്ലാം മാറ്റി നിർത്തി. അത് തന്നെയാണ്, അവിടെയാണ് CPM ഇതിനെ എതിർക്കുന്നതിന്റെ ഒരു പോയിന്റ്. ഈ സിനിമയിൽ CPM പ്രതിനിധിയില്ലേ സിനിമയിൽ, അവര് CPM എതിർക്കുന്നത് ഇപ്പൊ ഈ കോൺഗ്രസ് എതിർക്കുന്ന ആ ഒരു രീതിയിലല്ല എതിർക്കുന്നത്. അവര് പറയുന്ന അവരുടെ നേതാക്കളെയും അവരുടെ പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു. അത് പറയുമ്പോഴാണ് ശ്രീ സൂരജ് സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. അതായത് അടിസ്ഥാനപരമായ സംസ്കാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സംസ്കാരത്തിലേക്ക് കുട്ടികളും മറ്റുള്ളവരും കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലേക്ക് പോകുന്നത്. ഒരു മതവും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, ഒരു മതവും മോശമായി വഴി ചലിക്കാൻ പഠിപ്പിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദി വന്നിരിക്കുന്ന 2051 ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു 2015 സമയത്തൊക്കെയാണ്. ആ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഖനിക്കുക എന്നുള്ളത് കേരളത്തിലുള്ള നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ്. അത് ഞാൻ ഇന്ന ആളെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഈ പറഞ്ഞ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാതെ C5-ലായാലും എന്തിനായാലും. പിന്നെ ഇവർ ഈ പറയും പോലെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് C5 എന്ന് പറയുന്ന OTT. ആ OTT-ക്കകത്താണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ അതിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മാർക്കറ്റിംഗ് തന്നെ 350 ലക്ഷം മില്യൺ അങ്ങനെ ഒരു മില്യൺ വാച്ച് അവേഴ്സ് ആണ് അതിനകത്ത് കിടക്കുന്നത് ആ സിനിമയ്ക്ക്. മനസ്സിലായി? ഇവരെന്തുകൊണ്ടാ അതിനെതിരെ പോകുന്നില്ല? എപ്പോ വേണമെങ്കിലും ദൂരദർശൻ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലില്ല, സത്യം പറഞ്ഞാൽ ദൂരദർശൻ നമുക്ക് കിട്ടുന്നില്ല വീട്ടിൽ. കാരണം ഈ ഡിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരദർശൻ കാണാൻ പോലും ഇല്ല. അപ്പോ അങ്ങനെ പറയരുത്, അത് ക്രിമിനൽ കുറ്റമാണ്. ദൂരദർശന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ കഴിയും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററെ കേസിലേക്ക് കുരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ ദൂരദർശനെക്കാളും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മൊബൈൽ ഫോണിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് C5 എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം. അതിനകത്ത് എത്രയോ ദിവസമായിട്ട് ഈ സാധനം 4 ഭാഷയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊന്നും ഇവർക്ക് ആർക്കും വിഷയമില്ല. ദൂരദർശൻ വന്നതാണ് വിഷയം. ഈ ചേട്ടൻ പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ അതേപോലെ തന്നെ വയലിൻ വീട് മുതൽ ചിത്രഹാറ് അല്ലെങ്കിൽ മഹാഭാരതം ഇന്നിറങ്ങുന്ന കേരള സ്റ്റോറികളിലെ എല്ലാ സാധനങ്ങളും ടൈം ടേബിൾ വെച്ച് അരമണിക്കൂർ മുമ്പ് ഏതാണെന്ന് വാച്ച് ചെയ്ത് പിന്നെ അലാറം വെച്ചിരുന്ന സിനിമ കാണുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഫൈസൽ സാർ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അല്ല സൂരജ്, ഇവിടെ ഒരു കാര്യം, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഈ ഒരു ഷെഡ്യൂൾ ചെയ്യത്തില്ലയോ എന്ന് ചോദിച്ചു. ഷെഡ്യൂൾ ചെയ്യും, എന്തുകൊണ്ട്? സൂരജ് ഇവിടെ ഞാനൊരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ സൂരജിനൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല, മുമ്പ് നമ്മുടെ പത്രത്തിലേക്ക് ഒരു പ്രത്യേക കോളം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സിനിമ തിയേറ്ററിന്റെ സമയവും ഒപ്പം തന്നെ ദൂരദർശനിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. കാരണം ഒന്ന്, പത്രവായന പൊതുവെ നമ്മുടെ ആൾക്കാരുടെ കുറഞ്ഞു, മൊബൈലിലേക്ക് വായന മാറി. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് വലിയ ദൂരദർശൻ എന്തുകൊണ്ട് ഈ ഗതിയിൽ ആയിപ്പോയെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സമയം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്കറിയാം അത് യാതൊരുവിധ പരിഷ്കാരങ്ങളും ഇല്ലാതെ എങ്ങനെങ്കിലും ഇത് പൊക്കോട്ടെ എന്നുള്ള രീതിയിലായിട്ട് മുൻപോട്ട് പോവുകയും അത് ഊർജ്ജശ്വാസം ഭരിക്കുന്ന നിലയിലേക്കും എത്തി. എനിക്ക് തോന്നുന്നു ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിലൂടെ അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അവർക്ക് ഇനി അനവധി സിനിമകൾ ഇതിനകത്ത് പ്രദർശിപ്പിക്കാൻ ഒരു വലിയ ഒരു ഉത്തേജനം നൽകുമെന്നത്. അത് അവരുടെ മാർക്കറ്റിംഗ് സൈഡ്, അതെന്തുമായിക്കോട്ടെ, ഞാൻ അവിടെ അല്ല അത് ചോദിക്കുന്നത്. ഇവിടെ ഇന്നലെ പ്രതിഷേധം നടത്തിയ 2 സംഘടനകൾ, ഒന്ന് കോൺഗ്രസും ഒന്ന് LDF-ഉമാണ്. LDF-ന്റെ നിലപാട് വേറെയാണ്, കോൺഗ്രസിന്റെ നിലപാട് വേറെയാണ്. കോൺഗ്രസ് പറയുന്നത് നേരത്തെ പറഞ്ഞ വർഗീയമായി ചേരിതിരിവുണ്ടാക്കി പോകുന്നു എന്ന് പറയുമ്പോൾ CPM അതല്ല പറയാം. CPM പറയുന്നത് തങ്ങളുടെ നേതാക്കളെയും പാർട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അവിടെയാണ് നേരത്തെ ഈ സൂരജ് പറഞ്ഞ ആ പോയിന്റിലേക്ക് എത്തുന്നത്. ഏതായാലും ഞാൻ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഫൈസൽ കുളപ്പാടത്തിന് വെറും ഒരു ഒറ്റ മിനിറ്റിൽ ഇതിനെല്ലാം മറുപടി പറയാൻ കഴിയും. ഒറ്റ മിനിറ്റിൽ അധികം സമയം ഉണ്ടാകില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂരജിന്റെ അടുത്ത് ഈ സിനിമയെ പറ്റിയും കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ചോദിച്ചപ്പം പറഞ്ഞ് കേരളത്തിൽ ഇതേപോലെ ലവ് ജിഹാദ് പ്രകാരം മതം മാറിപ്പോയിട്ടുണ്ടോ എന്ന്. അന്നേരം ചോദിക്കുന്നത് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോഴാണ് ആ അജണ്ട അവിടെ വ്യത്യാസമായി മാറിപ്പോകുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. പിന്നീട് ഈ ചിത്രം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ ചിത്രം നമ്മൾ പ്രദർശിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്തുവാണ്? ഈ ചിത്രം CPM ആണെങ്കിലും അതുപോലെ തന്നെ BJP ആണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ 51 വെട്ട് ഉൾപ്പെടെയുള്ള സിനിമകൾ CPM-കാർ അവർക്ക് ഇതിനകത്ത് സംസാരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ
ഇവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ സിനിമയ്ക്കകത്ത് കൃത്യമായി കേരളത്തിനകത്തുള്ളവരുടെ ഈ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ശ്രീ നിലയിൽ ഫൈസൽ കുളപ്പാടം, ഒരു സിനിമയെ എങ്ങനെ കാണണമെന്നുള്ള പ്രേക്ഷകന്റെ കണ്ണിലും ചിന്താശക്തിയിലുമുള്ള കാര്യമാണ്. ഒരു സിനിമ എനിക്ക് എങ്ങനെ ഏത് രീതിയിൽ കാണാൻ കഴിയും? അതായത് ഞാൻ ഒറ്റ മിനിറ്റ്, അർജുൻ മാധവ്, 1 മിനിറ്റ് കൊണ്ട് താങ്കൾ ഉത്തരം പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. പെട്ടെന്ന്. അല്ല, ഒരു മിനിറ്റ്. ഇനി സംഘപരിവാറിനെ നമുക്ക് മാറ്റി നിർത്താം. ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. കേരളത്തില് ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയും TP 51 എന്ന് പറയുന്ന സിനിമയും ഇവിടെ ഇടതുപക്ഷക്കാര് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ വന്ന ഒരു കോൺഗ്രസ്സുകാരനെ കാണിച്ചു തന്നെ. അതിനെതിരെ പ്രതിഷേധിക്കാൻ വന്ന നിങ്ങളുടെ പാർട്ടിയുടെ സംവിധാനത്തിനൊന്ന് കാണിച്ചു തന്നെ. അന്ന് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങൾ എന്താ കൃത്യമായിട്ട് ഏതായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ച അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നാം വാദോരാതെ പറയുമെങ്കിലും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ആ സിനിമയെങ്കിൽ അതിനെ എതിർക്കുവാൻ ആളുണ്ടാകും. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് സിനിമയെങ്കിൽ പുറം ലോകം കാണില്ല. ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് മുറവിളി കൂട്ടാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം. പക്ഷേ ഇനിയും ഈ കഥ തുടരുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ പങ്കെടുത്ത സൂരജ്, സുകുമാരൻ നായർ, ഫൈസൽ കുളപ്പാടം, ഒപ്പം തന്നെ അർജുൻ മാധവൻ, എല്ലാവർക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.